സൗദിയിൽ ഗ്രോസറി ഷോപ്പ് നടത്തുന്ന എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അങ്ങനെ ഒരു ദിവസം അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനിയനും കുടുംബവും കൂടി ഒരു വലിയ മോള്, തൊട്ടടുത്തുള്ളൊരു മോള് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്നു. അങ്ങനെ മോളിൻ്റെ അടുത്തെത്തി പാർക്കിങ്ങിൽ വണ്ടി പാർക്ക് ചെയ്തു. തൊട്ടടുത്തൊരു ലക്ഷറി കാറ് നിർത്തിയിട്ടുണ്ടായിരുന്നു. കുട്ടികൾ ഇറങ്ങുന്നതിനിടയിൽ അറിയാതെ ഡോറ് വലിച്ചു തുറന്ന് ഈ കാറിൻ്റെ ബോഡിയിൽ ടച്ച് ചെയ്തു. ചെറിയൊരു സ്ക്രാച്ച് വീണു. അവരത്ര കാര്യമാക്കിയില്ല. പക്ഷേ ആ കാറിൻ്റെ ഉള്ളിൽ കുറച്ച് ആളുകളുണ്ടായിരുന്നു. അവർ പെട്ടെന്ന് അതിൻ്റെ ഓണറെ വിളിച്ചു. അദ്ദേഹം പരിസരത്തവിടെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഓടി വന്നിട്ട് ആ സ്ക്രാച്ച് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു 2000 റിയാൽ വേണമെന്ന് പറഞ്ഞു. അതിലെൻ്റെ സുഹൃത്തിൻ്റെ അനിയന് അദ്ദേഹം പറഞ്ഞു കുട്ടികളാണ്, അവർ ആദ്യമായിട്ട് നാട്ടിൽ നിന്ന് വന്നതാണ്, അറിയാതെ തട്ടിപ്പോയതാണെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം സമ്മതിക്കാൻ തയ്യാറല്ല. എന്തായാലും 2000 റിയാൽ വേണമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ സുഹൃത്ത് പുറത്തേക്ക് ഇറങ്ങുന്നത്. എൻ്റെ സുഹൃത്തിനെ കണ്ടപാട് അദ്ദേഹം നല്ലോണം ഒന്ന് നോക്കി. അദ്ദേഹം യൂണിഫോം ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ഗ്രോസറി ഷോപ്പിൽ നിൽക്കുന്ന ആളുകൾ കടയുടെ പേരൊക്കെ എഴുതിയിട്ടുള്ള ഒരു യൂണിഫോം എന്തായാലും നിർബന്ധമായിട്ട് ഇടണം. ആ ഒരു യൂണിഫോം അഴിച്ചു വെക്കാതെയായിരുന്നു അദ്ദേഹം വന്നിരുന്നത്. അത് നോക്കിയിട്ട് ഈ സൗദി കുറച്ച് നേരം നോക്കി നിന്നിട്ട് പറഞ്ഞു കുഴപ്പമില്ല, എന്നാൽ സാരമില്ല എന്ന് പറഞ്ഞു. 2000 റിയാൽ, നാട്ടിലെ ഏതാണ്ട് 45,000 രൂപയോളം വരുന്ന പൈസ അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ? ഈ ഗ്രോസറിയിലൊക്കെ നിൽക്കുന്ന ആളുകൾ അവരെപ്പോഴും അവരുടെ കസ്റ്റമറുമായിട്ടൊരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ടാവും. ആ ഒരു ബന്ധത്തിനൊന്നും ഒരിക്കലും വിലമതിക്കാൻ കഴിയില്ല. അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇത്രയും ഒരു പൈസ വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ പെട്ടെന്ന് വേണ്ട എന്ന് പറയാനുണ്ടായ കാരണം. ഇതാണ് റിലേഷൻഷിപ്പിൽ, നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ല റിലേഷൻഷിപ്പിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും എന്തൊക്കെ പ്രയാസങ്ങളുണ്ടായാലും അതൊക്കെ പുറത്തു കൊടുക്കാൻ തയ്യാറുള്ളവരായിരിക്കും ഇങ്ങനെയുള്ള ആളുകൾ. എന്നാലോ നല്ല റിലേഷൻഷിപ്പ് നമുക്ക് ഉണ്ടാവണമെങ്കിലോ നമ്മൾ പല കാര്യങ്ങളും ഇതുപോലെ വിട്ടുവീഴ്ച ചെയ്താലേ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവുള്ളൂ. അതും ശരിയല്ലേ? താങ്ക് യു.